നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് ലൈവ് ന്യൂസ് തുടങ്ങുന്നത്. കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മാതാവ് കുറ്റം സമ്മതിച്ചു. പീഡനത്തിന് ഇരയായെന്ന് യുവതി മൊഴി നൽകി. യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തിൽ യുവതിയുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച ആമസോൺ പാഴ്സൽ കവറിലെ മേൽവിലാസമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പേരന്റ്സ് അറിഞ്ഞിട്ടില്ല. പേരന്റ്സിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമാന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മൈനർ അല്ല, 23 വയസ്സാണ് പ്രായം. പക്ഷെ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല. സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റും. വിവരങ്ങളുമായി വിനീത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഈ കേസിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്ന പരാതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പീഡിപ്പിച്ചത് ആരാണ് എന്നത് അടക്കം കണ്ടെത്തേണ്ടതല്ലേ? എന്താണ് നിലവിൽ പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവിത, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം ഉടനടി ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പെൺകുട്ടിക്ക് ചില മെഡിക്കൽ സഹായങ്ങൾ നൽകേണ്ടതായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അക്കാര്യങ്ങളിലെല്ലാം പോലീസ് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ, സഹായങ്ങളൊക്കെ ഏർപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പനമ്പള്ളി നഗറിലെ ആ ഫ്ളാറ്റിന് സമീപം ഉള്ള റോഡിൽ ഒരു നവജാത ശിശുവിന്റെ ഒരു മൃതദേഹം, അതൊരു ആമസോണിന്റെ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ആരെങ്കിലും അത് ഉപേക്ഷിച്ചതാകാം എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നടത്തിയ ആ പരിശോധനകളിലാണ് സമീപം നിന്ന് ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ഈ ഫ്ളാറ്റിൽ നിന്ന് ഈ മൃതദേഹം, ഈ കുഞ്ഞിന്റെ പൊതിഞ്ഞുകൊണ്ട് ആ മൃതദേഹം പുറത്തേക്ക് എറിയുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പോലീസിന് ലഭ്യമാവുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ആ കുഞ്ഞിന്റെ മാതാവിലേക്കും ആ കുടുംബത്തിലേക്കുമൊക്കെ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ മാതാവ് ഈ കൊലപാതകം നടത്തിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവർ ഒരു അതിജീവിതയാണെന്ന വിവരമാണ് അവർ പോലീസിന് നൽകിയിരിക്കുന്നത്. താൻ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നും അവർ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന പ്രാഥമിക നിഗമനത്തിൽ, പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇവരെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വളരെ വിശദമായി ഇവരെ ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഈ പറയുന്ന സംശയങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഒപ്പം തന്നെ ഇതിൽ മറ്റാർക്കെങ്കിലും അറിവുണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ രാവിലെ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ചില ആശാ വർക്കേഴ്സിനോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ അവർ താമസിക്കുന്ന ആ ഇടത്ത് ഇങ്ങനെ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അപ്പോൾ വളരെ വ്യക്തമായി തന്നെ അറിയാം ഇവർ ഈ ക്യാരിങ് ആയതുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാരും അറിയാതെ അത് സൂക്ഷിച്ചു, അത് അവർ രഹസ്യമാക്കി തന്നെ വെച്ചു എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും 2 മണിക്കൂറിനുള്ളിലാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് വളരെ വേഗം എത്താൻ കഴിഞ്ഞു എന്നുകൂടി പറയേണ്ടി വരും. ഈ ആമസോണിലെ അഡ്രസ്സ് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം. പിന്നാലെ തന്നെ കമ്മീഷണർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സഹായങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വളരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കുഞ്ഞിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, ഈ കുഞ്ഞ് ചാപിള്ളയായിരുന്നോ അതോ കുഞ്ഞിന്റെ മൃതദേഹത്തിൽ കഴുത്തിലൊരു തുണി ചുറ്റിയതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴുത്തിൽ തുണി ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം ഉപേക്ഷിച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോലീസ് എത്തുക. പ്രവിത. വിനീത, ഇതിൽ മാതാപിതാക്കളുടെ പങ്ക് പോലീസ് തള്ളിക്കളയുകയാണോ? ഈ കാര്യത്തിൽ പെൺകുട്ടിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? തീർച്ചയായും പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ പോലീസ് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പെൺകുട്ടി പറഞ്ഞത് താനൊരു അതിജീവിതയാണെന്നാണ് പോലീസിനോട് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അവർ ഇതിനു മുൻപ് പീഡനത്തിനിരയായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതെന്നും പോലീസ് പറയുന്നുണ്ട്. കാരണം ഇവർ ഈ കാര്യങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല. ഇവർക്ക് ഇത്തരത്തിലേക്കൊരു ദുരനുഭവം ഉണ്ടായ കാര്യവും, അതായത് ഇവർ പീഡനത്തിനിരയായ
ഉണ്ടായ കാര്യം, പിന്നീട് ഈ ക്യാരിങ് ആണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി മാതാപിതാക്കളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. നിലവിൽ ഇവരെ അവിടെ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊഴിയും അവർ താമസിക്കുന്ന അവരുടെ സമീപമുള്ള ആളുകളുടെ ഒക്കെ മൊഴിയൊക്കെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രവിത, വിനീത, ഈ പെൺകുട്ടിയുടെ മാത്രം അറസ്റ്റ് അല്ലേ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതിൽ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഇല്ല പ്രവിത, നിലവിൽ ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് അറിവില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ വിവരങ്ങളൊക്കെ പെൺകുട്ടി രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി പെൺകുട്ടിക്ക് ഒരുപക്ഷെ പെൺകുട്ടിക്ക് മെഡിക്കൽ സഹായം നൽകും. അതിനുശേഷം പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. എങ്കിൽ മാത്രമേ ഈ മാതാപിതാക്കൾക്ക് ഇനി ഇതിലേതെങ്കിലും തരത്തിൽ പങ്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അത്തരം നടപടികളിലേക്കൊക്കെ തന്നെ പോലീസ് എത്തും. അതിനു വേണ്ടിയിട്ട് ആദ്യമായി ഇപ്പോൾ പോലീസ് കാത്തിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെങ്കിൽ എങ്ങനെ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് അറസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നടപടികളിലേക്കോ പോലീസ് എത്തുക. പിന്നെ ഇതോടൊപ്പം ഈ കേസിൽ ഏറ്റവും നിർണായകമാവുക ഇനി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടമാണ്. ഈ കുഞ്ഞിന്റെ മൃതശരീരം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എപ്പോഴാകും പോസ്റ്റ്മോർട്ടം? അതിനെ തുടർന്നുള്ള നടപടികളൊക്കെ എങ്ങനെയാകും? പ്രവിധ, അല്പസമയത്തിനകം തന്നെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവിടെ ഫോറൻസിക് ഒക്കെ എത്തി, ഡോക്ടർമാരെത്തി കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷമായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചില സംശയങ്ങൾ പോലീസിനുമുണ്ട്. അക്കാര്യങ്ങളിലൊക്കെയാണ് ഇനിയൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. കാരണം ഈ നടു റോഡിൽ കിടന്ന കുഞ്ഞിന്റെ മൃതദേഹത്തിൽ കഴുത്തിൽ ഒരു ഷാൾ ഇങ്ങനെ കുരുക്കി കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഷോൾ ഉപയോഗിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം പുറത്തേക്ക് എറിഞ്ഞതാണോ, അല്ല എങ്കിൽ ഇത്തരത്തിലേക്ക് ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അത് ചാപിള്ളയായി മരിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ തുണി പൊതിഞ്ഞ് പുറത്തേക്ക് എറിഞ്ഞതാണോ, ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ അത് പോലീസിനുമുണ്ട്. ഒപ്പം തന്നെ എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ, ഇങ്ങനെ എറിഞ്ഞ ആഘാതത്തിൽ ആ കുഞ്ഞ് അങ്ങനെ മരിച്ചതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇനിയൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. അതിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ. പ്രവിധ, ശരി, വിനീത വിജിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മാതാവ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പീഡനത്തിനിരയായി എന്നാണ് യുവതി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. യുവതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഭവത്തിൽ യുവതിയുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് വിനീത വിജി നൽകുന്ന വിവരം. മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പമെത്തിയാണ് പത്രിക നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. രാഹുൽ അമേഠിയിൽ നിന്ന് ഭയന്നോടിയെന്ന് നരേന്ദ്രമോദി പരിഹസിച്ചു. मैंने पहले ही बता दिया था कि शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे. दूसरी सीट पर भी उनके सारे चेले चपाटे कह रहे थे अमेठी आएंगे अमेठी आएंगे, लेकिन अमेठी से भी इतना इतने डर गए वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता. ये लोग गुम कर सबको कहते हैं डरो मत. मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं, अरे डरो मत, भागो मत. രണ്ടിടത്തും ജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ആ തീരുമാനം പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് നേരത്തെ ചർച്ച ചെയ്തതാണ്. അമേഠി റായ്ബറേലി സീറ്റുകൾ, ആ സീറ്റുകളുടെ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടി സീനിയർ നേതാക്കന്മാർ ആലോചിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് അദ്ദേഹം അനുസരിച്ചു. പാർട്ടി പറഞ്ഞ കാര്യം അദ്ദേഹം അനുസരിക്കും. കേരളത്തിൽ ചോദ്യം ഉയർന്നാലൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു ചോദ്യത്തിനൊന്നൊരു ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ്. അതിൻ്റെ വേവലാതി എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ യു പിയിലടക്കം
കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് രണ്ടും വയനാടും അമേഠിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, അവസാന നിമിഷമുള്ള പ്രഖ്യാപനം, അതിനുശേഷം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഈ മണ്ഡലത്തിൽ? പ്രവിത, ഈ ഉത്തർപ്രദേശിലെ റായ്ബറേലി അമേഠി സീറ്റുകളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് അവസാന നിമിഷം വരെ വലിച്ചു നീട്ടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സീറ്റുകളിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നതാണ്, സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നതാണ്. കാരണം അത് സംസ്ഥാനത്തൊട്ടാകെ സംഘടനയ്ക്ക് ഗുണം ചെയ്യും എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. എന്നാൽ ഈ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. താൻ കൂടി മത്സരിക്കുകയാണെങ്കിൽ അത് കുടുംബ രാഷ്ട്രീയം എന്ന BJPയുടെ ആരോപണത്തിന് ശരിവെക്കുന്നതാകും എന്നാണ് പ്രിയങ്ക ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ സ്വയം പ്രചരണ രംഗത്ത് മാത്രം നിലനിൽക്കാനാണ് പ്രിയങ്ക ഗാന്ധി തീരുമാനിച്ചത്. പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്ന ചുമതല താൻ ഏറ്റെടുക്കാം എന്നാണ് പ്രിയങ്ക ഹൈക്കമാൻഡിനെ അറിയിച്ചത്. തുടർന്ന് രാഹുൽ അമേഠിയിൽ വേണോ റായ്ബറേലിയിൽ വേണോ എന്ന സംശയം നിലനിന്നു. ആ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ടായത് കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് ഒപ്പം നിന്ന മണ്ഡലമാണ് വയനാട്. ഒപ്പം തന്നെ മറ്റൊരു മണ്ഡലത്തിൽ അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിച്ച് രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ചു കഴിഞ്ഞാൽ ഏത് മണ്ഡലം തിരഞ്ഞെടുക്കുമെന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടായി. കേരളത്തിലെ ചില പ്രവർത്തകർ രാഹുൽ വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാക്കുമെന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഇതും രാഹുൽ പരിഗണിച്ചത് ആശയക്കുഴപ്പത്തിന് വഴിവെച്ചു. എന്നാൽ റായ്ബറേലി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ വൈകാരികമായി കോൺഗ്രസിന് ബന്ധമുള്ള മണ്ഡലമാണ്, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ മത്സരിച്ച മണ്ഡലമാണ് എന്ന കാരണമുണ്ട്. അത് പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ റായ്ബറേലി തിരഞ്ഞെടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു. അത് രാഹുൽ ഗാന്ധി അവസാന നിമിഷത്തിൽ അംഗീകരിച്ച ശേഷമാണ് ഈ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. ഇതിന് പിന്നാലെ തന്നെ രാഹുൽ റായ്ബറേലിയിലേക്ക് തിരിച്ചു. അമേഠി മണ്ഡലത്തിലാകട്ടെ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ 1983 മുതൽ നെഹ്റു കുടുംബത്തിന് വേണ്ടി ഈ റായ്ബറേലി അമേഠി മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാവ് ആയ കിഷോർലാൽ ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹവും നാമനിർദ്ദേശ പത്രിക ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ സമർപ്പിച്ചു. രാഹുൽ ഗാന്ധി 2 മണിയോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വലിയ ജനാവലിയുടെ പിന്തുണയോടെയാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വദ്ര അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടായിരുന്നു. ഇത് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം സംസ്ഥാനത്ത് നൽകുമെന്നും കടുത്ത മത്സരം തന്നെ ഈ BJP ഇതിനെ പരിഹസിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും BJPക്ക് കടുത്ത മത്സരം ഒരുക്കാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വഴിവെക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പുതിയ നിർദ്ദേശവുമായി മുന്നോട്ടു പോകാം. മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ആരോപിച്ചു. ഡ്രൈവിംഗ് സ്കൂളിന്റെ സംയുക്തമായ ആവശ്യമാണ് 4/24 എന്നുള്ള സർക്കുലർ പിൻവലിക്കുക, നമ്മളെ ജീവിക്കാൻ അനുവദിക്കുക. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് മോട്ടോർ ആക്ടിൽ പറഞ്ഞിട്ടുള്ളതുമല്ല. ഇത് മന്ത്രിയുടെ സ്വന്തമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സർക്കുലർ കത്തിച്ച് അന്തസ്സുള്ള ഒരു കഞ്ഞി വെച്ച് ഈ സമരം മുമ്പോട്ട് കൊണ്ടുവരണം. ടെസ്റ്റ് ബഹിഷ്കരിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരം മുട്ടത്തറയിൽ സമരക്കാർ സർക്കുലർ കത്തിച്ച് കഞ്ഞിവെച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ നടപടി? ഒപ്പം തന്നെ ഇനി പ്രതിഷേധക്കാരുടെ മുന്നോട്ടുള്ള നിലപാട് എങ്ങനെയാകും? ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ കേസിൽ ഇന്ന് വിധി പറഞ്ഞത്. അതിൽ കോടതി പറഞ്ഞ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് സർക്കുലർ പ്രഥമ ദൃഷ്ട്യാ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേന്ദ്ര ചട്ടങ്ങളോട് യോജിച്ച് നിൽക്കുന്നതാണ് സർക്കുലറിലെ നിർദ്ദേശങ്ങളെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
സ്റ്റേ ആവശ്യം തള്ളിയ ഇടക്കാല ഉത്തരവിലാണ് ഈ പരാമർശങ്ങൾ കോടതി നടത്തിയിട്ടുള്ളത്. അതായത് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള പ്രകാരം മുന്നോട്ട് പോകാം. ഈ സർക്കുലർ നിലനിൽക്കും. അത് കോടതി റദ്ദാക്കിയിട്ടില്ല, സ്റ്റേയും നൽകിയിട്ടില്ല. ഇനി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഗതാഗത വകുപ്പുമായി ചർച്ച നടത്തുക, അവരുടെ ആവശ്യങ്ങൾ പരമാവധി നേടിയെടുക്കാൻ ശ്രമിക്കുക. അത് മാത്രമാണ് പോംവഴി. അല്ലെങ്കിൽ സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിലേക്കടക്കം അപ്പീൽ പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടപ്പുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. ടെസ്റ്റ് ഗ്രൗണ്ട് നവീകരണം, ടെസ്റ്റ് വാഹനങ്ങളുടെ കാലാവധി, ടെസ്റ്റുകളുടെ എണ്ണം തുടങ്ങിയവയിൽ ഇളവുകൾ അനുവദിക്കുന്നത് പരിശോധിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. നമ്മൾ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം ഫെബ്രുവരിയിലെ സർക്കുലർ പിൻവലിക്കുക എന്നതാണ്. അവരതിനു പകരം പറഞ്ഞത് സർക്കുലറിലെ പ്രധാന കാര്യങ്ങൾ, വാഹനത്തിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള ടെസ്റ്റിന്റെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഇളവ് വരുത്തി ഒരു മറുപടി നമുക്ക് വൈകുന്നേരം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മറുപടി നമുക്ക് അനുകൂലമാകും എന്നാണ് പ്രതീക്ഷ. അവിടെ അടിസ്ഥാന വിഷയം ടെസ്റ്റ് ഗ്രൗണ്ടാണ്. ടെസ്റ്റ് ഗ്രൗണ്ട് 86 ടെസ്റ്റ് ഗ്രൗണ്ടിൽ 7 എണ്ണം മാത്രമേ സർക്കാരിനുള്ളൂ. അവരാദ്യം ബാക്കി ടെസ്റ്റ് ഗ്രൗണ്ട് നവീകരിക്കട്ടെ. ടെസ്റ്റ് ഗ്രൗണ്ടൊക്കെ സജ്ജമാക്കിയതിനു ശേഷം നിങ്ങൾ ഈ പരിഷ്കാരങ്ങൾക്ക് യോജിക്കണമെന്ന് നമ്മൾ യോജിക്കേണ്ടി വരും. ഇത് ഒന്നും ചെയ്യാതെ ഈ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ നമ്മളെ വിട്ട് നവീകരിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളത് വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, ഈ ടെസ്റ്റുകളുടെ എണ്ണം തുടങ്ങിയവയിൽ ഇളവുകൾ അനുവദിക്കുന്നത് പരിശോധിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഈ ഉറപ്പിന്റെ പേരിൽ ഇവർ തയ്യാറാകുന്നുണ്ടോ? പ്രവിത, ഇതൊക്കെ പരിശോധിക്കാമെന്നുള്ളൊരു ഉറപ്പാണ്, ഒരു വാക്കാണ് ഈ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള പരിഷ്കരണമാണ് അതിലുണ്ടാവുക, ഏത് തരത്തിലുള്ള മാറ്റമാണ് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിഗണന ഇതിന് നൽകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ ഇവരുടെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഈ വാഹനങ്ങളുടെ കാലാവധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കൊക്കെ ഒരു ഇളവ് നൽകുക എന്ന് വെച്ചാൽ അത് വലിയ ചിലവൊക്കെ സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. നേരത്തെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് പരിഷ്കരണം ഉൾപ്പെടെയുള്ളവയുടെ ചെലവ് മുഴുവൻ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ വഹിക്കണമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായി ഈ സർക്കുലറിൽ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ളൊരു ഇളവായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നുള്ളത് നോക്കി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടൊരു ഇളവ് അത് എങ്ങനെ കാണാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നത് നോക്കിയിട്ട് ഇവരെയൊക്കെ വിവരം അറിയിക്കുമെന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറും അറിയിച്ചിട്ടുള്ളത്. പ്രവിത, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ അതിജീവിതയെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാൾ നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന യുവതിയുടെ മൊഴി. പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, എന്തൊക്കെ വിവരങ്ങളാണ് യുവതി പോലീസിനോട് പറഞ്ഞത്? കവിത, ഈ കേസിൽ അതിജീവിതയുടെ മൊഴിയിലാണ് 22 വയസ്സുകാരിയെ നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന മൊഴിയുള്ളത്. ഇതിലൂടെയാണ് ഈ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നത് എന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. പെൺകുട്ടിയെ പേടിപ്പിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവാണ് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളൊരു ഡാൻസറാണ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ കുട്ടിയുമായി പരിചയപ്പെടുന്നത്. തുടർന്ന് പെൺകുട്ടിയുമായി ചാറ്റിലൂടെ ബന്ധം തുടരുകയായിരുന്നു. ഈ രീതിയിലാണ് ഇവർ തമ്മിലുള്ള ബന്ധമുണ്ടായതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ പെൺകുട്ടി അതിജീവിതയാണ് എന്ന് പോലീസ് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പറയാനായിട്ട് സാധിക്കില്ല. ഏതായാലും ഈ കേസിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു വ്യക്തമായ വിവരമാണ് പോലീസ് നൽകുന്നത്. ഇയാളുമായി എത്ര കാലത്തെ പരിചയമുണ്ടെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തുന്നുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം മൊഴിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ കേസിന്റെ ഒരു സ്വഭാവം വെച്ച് പെൺകുട്ടിയുടെ മൊഴി കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിടാനായിട്ട് നിയമപരമായി സാധിക്കില്ല. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് തന്നെയാണ് പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഇതാണ് കുട്ടിയുടെ ഗർഭാവസ്ഥയിലേക്കും മറ്റും എത്തിച്ചതെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിലാണ് ഇപ്പോൾ ഇയാളെ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രതിയുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത്. വ്യക്തമായ ഐഡന്റിറ്റി ഈ പെൺകുട്ടി ഇയാളെ കുറിച്ച് പോലീസിന് വിവരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ?
തീർച്ചയായും ഇയാളുടെ പേര്, ഇയാളുമായുള്ള പരിചയം, ഇയാളുടെ ചാറ്റുകൾ, അങ്ങനെ ശേഖരിക്കാനുള്ള വിവരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നിലവിൽ പോലീസിന്റെ കൈവശമുണ്ട്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു സാങ്കേതികമായുള്ള നടപടി മാത്രമാണ് പോലീസിന്റെ മുൻവശം അവശേഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത വിവരം പോലീസ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുമായിരിക്കും. ഏതായാലും പെൺകുട്ടി നൽകിയ വിവരം അനുസരിച്ച് പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചത് പ്രകാരമാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയും പ്രതിയിലേക്ക് വളരെ വേഗത്തിൽ പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പെൺകുട്ടി മുൻപ് പറഞ്ഞിരുന്നത് താൻ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ്. അത് ശരിവയ്ക്കുകയാണ് ഇപ്പോൾ പോലീസ്. കൊച്ചിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ അതിജീവിതയെ ഉപദ്രവിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാളാണ് എന്നാണ് ഇപ്പോൾ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അപരന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. അപരന്മാരെ മത്സരിക്കുന്നതിൽ നിന്ന് തടയാനാകില്ല എന്ന് ജസ്റ്റിസുമാരായ BR ഗവായി, SC ശർമ്മ, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. പിന്നാലെ ഹർജി സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചു. അച്യുതൻ ചേരുന്നു. അച്യുതൻ, വിവരങ്ങൾ. പ്രവിത, ഒരു പൊതു താൽപര്യ ഹർജിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത്. അതായത് അപരന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി സുപ്രീം കോടതിയിൽ നൽകിയത്. എന്നാൽ ഈ ഹർജിയിൽ പരിഗണിക്കാൻ വിസമ്മതം സുപ്രീം കോടതി അറിയിക്കുകയാണ് ഉണ്ടായത്. അതിനായി പറഞ്ഞത് മാതാപിതാക്കൾ സ്ഥാനാർത്ഥികൾക്ക് പേര് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ വിലക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ഹർജിക്കാരനോട് ചോദിച്ചത്. തുടർന്ന് ഈ കോടതിയുടെ ഇടപെടലിന് പിന്നാലെ തന്നെ ഈ ഹർജി സമർപ്പിച്ച അഭിഭാഷകൻ ഇത് പിൻവലിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും അപരന്മാരെ മത്സരിക്കുന്നതിൽ നിന്ന് തടയാനാവില്ലെന്ന് ജസ്റ്റിസുമാരായ BR ഗവായും SC ശർമ്മ, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് പറയുകയാണ് ഉണ്ടായത്. എന്തായാലും ഹർജി, പൊതു താൽപര്യ ഹർജി, അത് സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. പ്രവിത. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരായ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ LH യദു കോടതിയിലേക്ക്. മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകുക. പോലീസും ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധരും ബസ്സിൽ പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തുമ്പ് ലഭിച്ചിട്ടില്ല. ക്യാമറ സ്ഥാപിച്ച കമ്പനിയുമായി KSRTC വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, എപ്പോഴാണ് ഈ യദു പരാതിയുമായി കോടതിയെ സമീപിക്കുക? പ്രവിത, നാളെ കോടതിയെ സമീപിക്കുമെന്നതാണ് KSRTC ഡ്രൈവർ യദു അറിയിച്ചിരിക്കുന്നത്. ഈ നേരത്തെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിലും പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർക്കും യദു പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും തന്റെ പരാതിയിൽ കേസെടുക്കുന്നില്ല എന്നതാണ് യദു ഉന്നയിക്കുന്ന കാര്യം. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇനി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും തന്റെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട യദു ഹർജി നൽകുക. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, തെളിവുകൾ അട്ടിമറിച്ചു, അതിക്രമിച്ച ബസ്സിൽ കയറി തുടങ്ങിയ കാര്യങ്ങളും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുമെന്നതാണ് ഡ്രൈവർ യദു അറിയിക്കുന്ന കാര്യം. കോടതിയുടെ മേൽനോട്ടത്തിലോ കോടതി നിർദ്ദേശപ്രകാരമോ ഈ പരാതിയിൽ അന്വേഷണം വേണം എന്നതാണ് പ്രധാനമായും യദുവിന്റെ ആവശ്യം. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായിട്ടുണ്ട്. ഇത് എവിടെ പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും KSRTCക്കോ പോലീസിനോ കൃത്യമായൊരു സ്ഥിരീകരണമില്ല. ഫോറൻസിക് വിദഗ്ധർ അടക്കം ഈ ബസ്സിൽ പരിശോധന നടത്തിയെങ്കിലും ആര് മെമ്മറി കാർഡ് എടുത്തു മാറ്റിയെന്ന കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ യദുവിന്റെ പരാതിയിലടക്കം ഒപ്പം മേയർ നൽകിയ പരാതിയിലും കൃത്യമായൊരു അന്വേഷണം നടക്കണമെങ്കിൽ ഈ CCTV ദൃശ്യങ്ങൾ ആവശ്യമായിരുന്നു. ഇതുൾപ്പെടെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണവും നിലവിൽ നടക്കുന്നുണ്ട്. തമ്പാനൂർ പോലീസാണ് ഈ മെമ്മറി കാർഡ് നഷ്ടമായ പരാതിയിൽ നിലവിൽ അന്വേഷണം നടത്തുന്നത്. തമ്പാനൂർ KSRTC ഡിപ്പോയിലെ CCTVകൾ അടക്കം പരിശോധിക്കും എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. ആ സമയം ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡിപ്പോയിലെ ജീവനക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയുമായിരിക്കും അന്വേഷണം നടക്കുക. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരും. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ രാത്രി താപനില ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന് ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. എനിക്കെതിരെ ഉണ്ടായ ഒരു പരാതിയെക്കുറിച്ച് ഒരു ഗവർണർ എന്ന നിലയിൽ ഞാൻ എന്തെങ്കിലും പ്രതികരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല.
എങ്കിലും ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന നിലയിൽ മാത്രമാണ്. ബംഗാളിൽ ഞാൻ ചാർജ് എടുത്തപ്പോൾ ഇതൊരു ഭൂമത്തെയല്ല എന്നെനിക്ക് നന്നായി അറിയാമായിരുന്നു. അത് നേരിടാൻ തന്നെ തീരുമാനിച്ചാണ് ഞാനിവിടെ പോയത്. ഇത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു പർവ്വതാരോഹണമാണ്, അപ്ഹിൽ ടാസ്ക്. അത് കയറാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായും നിറവേറ്റാനും ആ ദൗത്യത്തിൻ്റെ കൊടുമുടിയിൽ കയറാനും തീരുമാനിച്ചുറച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എത്തിയത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മല കയറുക എന്ന് മാത്രമല്ല, എൻ്റെ കണ്ണ് ഞാൻ തന്നെ കെട്ടി പുറകോട്ട് നടന്ന് മല കയറണം എന്ന് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എനിക്ക് കേരളം തന്ന നിശ്ചയദാർഢ്യവും ഈശ്വരൻ തന്ന അനുഗ്രഹവും രണ്ടും ചേർത്ത് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ഒരു നീക്കമാണ്. അവിടെ ഈ അടുത്ത കാലത്ത് ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്ന ശൈലി വന്നു. അതിൻ്റെ പിന്നിൽ ഗവർണറാണ് എന്നുള്ള ധാരണയുണ്ട്. തെറ്റിദ്ധാരണയുള്ള ധാരണ തന്നെയാണ്. അഴിമതിക്കെതിരെ 2 മന്ത്രിമാരെ ജയിലിലേക്ക് വെച്ചു. 3-മതൊരു മന്ത്രി ഏതാണ്ട് പരുവത്തിലായി നിൽക്കുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അടിച്ചിരുത്തുക, തളർത്തുക എന്നുള്ള ചില ശൈലി തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഞാൻ കേരളത്തിലേക്ക് വരുന്ന വഴിക്ക് അവിടുത്തെ ഭരണകക്ഷിയുടെ പ്രമുഖ നേതാവ് എന്നോട് പറഞ്ഞു, അങ്ങക്കെതിരായി ഞങ്ങളുടെ പാർട്ടിയിൽ ആരാണ് നീങ്ങുന്നത്, എന്തിനാണ് നീങ്ങുന്നത്, ഈ ശൈലി ആരിലേക്കാണ് എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം, അത് അങ്ങോട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അത് നിന്നു കൊടുക്കാൻ സമയം കിട്ടിയില്ല. ഏതായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു രീതിയിലും തലകുനിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്നെ വളർത്തിയത് കേരളമാണ്. കേരളം എനിക്ക് സഹജമായി തന്ന തൻ്റെ ഇടം, സത്യസന്ധത, അതുപയോഗിച്ചുകൊണ്ട് ബംഗാളിൽ അടിച്ച് കളിച്ച് ജയിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. ആരെന്ത് പകപോക്കിയാലും ശരി, എന്നെ അത് ബാധിക്കാൻ പോകുന്നില്ല. ഹാർട്ട് വിതിൻ ആൻഡ് ഗോഡ് ഓവർ ഹെഡ്. ഞാനെൻ്റെ ജോലി ചെയ്യുക തന്നെ ചെയ്യും. അഴിമതിക്കെതിരെ, അതുപോലെ അക്രമത്തിനെതിരെ ശക്തമായ നിലപാട് എടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കണ്ടതൊന്നുമല്ല, ഇപ്പോൾ വടിവെട്ടാൻ പോയതോട് തല്ലി തുടങ്ങിയിട്ടില്ല. മന്ത്രിമാരെ ഞാൻ പറയുന്നത് ഭരണഘടനാപരമായി ജൂനിയർ അപ്പോയിൻറ്റീസ് എന്നാണ്. ഇതിലൊരു ജൂനിയർ അപ്പോയിൻറ്റിയെ ഇന്നലത്തെ സംഭവ വികാസങ്ങളുടെ പേരിൽ രാജ്ഭവൻ്റെ പടിക്കുള്ളിൽ കടക്കരുത് എന്ന് ഓർഡർ ഇട്ടതിന് ശേഷമാണ് വരുന്നത്. മറ്റു ചില മന്ത്രിമാരെയും ആ ഓർഡർ പ്രതീക്ഷിക്കുന്നു. ഒരു രീതിയിലുള്ള തമാശക്കളിയും അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അവിടെ ശക്തമായൊരു ഗവൺമെൻറ് വരണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായ ഭരണം നടക്കണം. അല്ലാതെ അഴിമതിയിൽ കുളിച്ച, ഭീഷണി കൊണ്ട് മാത്രം കാര്യങ്ങൾ നേടുന്ന ഒരു ഗുണ്ടാരാജ് വേണ്ട. ആ എളിയ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് പൂർണ്ണമായി നടത്തിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം എനിക്കുണ്ട്. തനിക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിക്കുകയായിരുന്നു കൊച്ചിയിലെത്തിയ പശ്ചിമ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ്. രാജ്ഭവനിൽ ഇന്നലെ എത്തിയ സ്ത്രീയെ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും മോശമായി പെരുമാറിയെന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. MP സാഗരിക ഘോഷാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണത്തിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോരും ബംഗാളിൽ ഉടലെടുത്തിരുന്നു. ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് എത്തിയതാണ് CB ആനന്ദബോസ്. കൊച്ചിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. താൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, സത്യം തെളിയട്ടെ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അവിടെ നല്ലൊരു മന്ത്രിസഭ അധികാരത്തിൽ വരണം, സർക്കാർ അധികാരത്തിൽ വരണം. അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് തുടരും. അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയതിന് ആണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വീണ്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരും. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ രാത്രി താപനില ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്.
കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യത. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ ചൂടിനൊരു ശമനവും ഉണ്ടാകില്ല എന്ന് തന്നെയാണല്ലേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം? പ്രവിധ, തീർച്ചയായും സംസ്ഥാനത്തെ ഈ ഉയർന്ന ചൂടിന്റെ സാഹചര്യം ഈ ഒരാഴ്ച കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നതാ 1 മണിക്ക് വരുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് പാലക്കാടും കോഴിക്കോടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതോടൊപ്പം തന്നെ ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് രാത്രികാല താപനില മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂരിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയായിരിക്കും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പല മേഖലയിലും, പ്രത്യേകിച്ച് പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ രേഖപ്പെടുത്തിയ ചൂട് ഒരുപക്ഷെ ഭീതിപ്പെടുത്തുന്ന ചൂടാണ്. കാരണം സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4.7 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് കോഴിക്കോട് രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിലാകട്ടെ 4.8 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. കൊച്ചിയിൽ 4.4 ഡിഗ്രി സെൽഷ്യസ് കൂട്, കണ്ണൂരിലും അതുപോലെ തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയിലും കോട്ടയത്തും ഒക്കെ ഉയർന്ന താപനില സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാവിലത്തെ മാത്രം കണക്കെടുക്കുമ്പോൾ എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം അതുമല്ല ചൂട്, അതിനേക്കാൾ കൂടുതൽ ചൂടാണ് ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെടുന്നത്. സ്വാഭാവികമായി അത്യുഷ്ടമാണ് ആളുകൾ അനുഭവിക്കുന്നത്. അസഹനീയമായ അവസ്ഥയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനാൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കേരള തീരവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഈ ഉയർന്ന ചൂടിന്റെ സാഹചര്യത്തിൽ അറബിക്കടൽ ചുട്ടുപൊള്ളി കിടക്കുകയാണ്. അറബിക്കടലിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തിരമാല ഏതാണ്ട് 1.5 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്ക് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും അത്തരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അതുപോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കേരള തീരത്ത് റെഡ് അലേർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കർശനമായ ജാഗ്രത ഇന്ന് രാത്രി ഈ തീരമേഖലയിൽ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. പ്രവിധ, കോഴിക്കോട് ICU പീഡന കേസിൽ അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം അവസാനിപ്പിച്ചു. ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് കൈമാറാൻ IG കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി. IGയുടെ ഉത്തരവ് വിശ്വസിച്ചാണ് സമരം അവസാനിപ്പിക്കുന്നത് എന്ന് അതിജീവിത പ്രതികരിച്ചു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, വിവരങ്ങൾ. പ്രവിധ, ഈ കേസ് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി IG നിർദ്ദേശം നൽകിയിരുന്നു. അതിജീവിതയുടെ പരാതി അന്വേഷിച്ച് 18 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രി IG നൽകിയിരിക്കുന്ന നിർദ്ദേശം. IG ഇത് സംബന്ധിച്ചിപ്പോൾ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് അതിജീവിതയുടെ ആവശ്യം ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു. ആ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറണമെന്നാണ് ഇപ്പോൾ IG കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ നിമിഷം ഇപ്പോൾ അതിജീവിത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളായി 12 ദിവസം നടത്തി വന്ന സമരമാണ് ഇപ്പോൾ പിൻവലിക്കുന്നത്. എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്? IG കമ്മീഷണർക്ക് കൊടുത്ത ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇന്നോ നാളെയോ റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കുമോ തുടർ നടപടികൾ? തീർച്ചയായും റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്തായാലും നിയമ നടപടികൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കും. റിപ്പോർട്ടിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? കാരണം മുൻ മെഡിക്കൽ കോളേജ് ACP ആണല്ലോ ഈ അന്വേഷണം നടത്തിയത്. അപ്പം എന്താണ് റിപ്പോർട്ടിൽ താങ്കൾക്ക് അനുകൂലമായ ഒരു ഇതുണ്ടാകുമെന്നാണോ? എനിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സത്യം മാത്രമാണ് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അവർ തെറ്റായ ഒരു മൊഴി ആ ഡോക്ടർ കൊടുത്തു എന്നുള്ളത് ഞാൻ ആരോപിച്ചതാണ്. അപ്പം അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും റിപ്പോർട്ട് കിട്ടിയിട്ട് തുടർ നടപടികൾ സ്വീകരിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ മൊഴി കൃത്യമായി ഈ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പ്രീതി രേഖപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു അതിജീവിതയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് ACP സുദർശൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ഈ അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അതിജീവിത സമരം നടത്തി വന്നത്. നമ്മളിപ്പോൾ ഉള്ള കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലായിരുന്നു സമരം. 2 ഘട്ടങ്ങളായി നടത്തി വന്ന 12 ദിവസത്തെ സമരമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് കയ്യിൽ ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അതിജീവിത ഇപ്പോൾ 24-നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രവിധ, ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.
ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് തിരിച്ചടി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളി. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഹേമന്ത് സോറൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, ഹൈക്കോടതി ഈ കേസ് ഹർജി തള്ളിയ സാഹചര്യത്തിൽ എന്താണ് ഇനി മുൻ മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള വഴി? പ്രവിത, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹേമന്ത് സോറൻ ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ചത്. അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അത്തരമൊരു നീക്കം നടത്തിയത്. പക്ഷേ ഇതിൽ ഫെബ്രുവരി 28-ന് ഈ ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ കോടതി ഉത്തരവ് പറയാനായി മാറ്റുകയാണുണ്ടായത്. പക്ഷേ ഇതിലൊരു അനിശ്ചിതത്വം നേരിടുകയും തുടർന്ന് വീണ്ടും സുപ്രീം കോടതിയെ ഹേമന്ത് സോറൻ സമീപിച്ചിരുന്നു. അതിൽ ചൂണ്ടിക്കാട്ടിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ഹർജിയിൽ ഉത്തരവ് പറയാത്തത് അദ്ദേഹത്തെ പ്രചാരണങ്ങളിൽ നിന്നടക്കം അല്ലെങ്കിൽ ഈ മോചനത്തിൽ നിന്നടക്കം തടയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഈ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നൊരു ആവശ്യം അന്ന് സുപ്രീം കോടതി അറിയിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു ജാർഖണ്ഡ് ഹൈക്കോടതി ഇതിലിപ്പോൾ ഒരു ഉത്തരവ് പറഞ്ഞിരിക്കുന്നു. അതായത് ഈ ഹർജി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ അറസ്റ്റിന് പിന്നാലെ സോറൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്ന് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിലെ ഹർജി പിൻവലിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ പോയത്. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു. എന്തായാലും അങ്ങനെയാണ് ജാർഖണ്ഡ് ഹൈക്കോടതിയെ വീണ്ടും ഹേമന്ത് സോറൻ സമീപിച്ചത്. എന്തായാലും ഹേമന്ത് സോറനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതി EDക്കും CBIക്കും നോട്ടീസ് അയച്ചു. ഹർജികളിൽ മറുപടി തേടിയാണ് നോട്ടീസ്. അപേക്ഷ ഈ മാസം 8-ന് പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അറിയിച്ചു. അച്യുതൻ ഒരിക്കൽ കൂടി ചേർന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ മദ്യനയ അഴിമതി കേസിൽ EDക്കും ഒപ്പം തന്നെ CBIക്കും നോട്ടീസ് അയച്ചത് ഏത് സാഹചര്യത്തിലാണ്? പ്രവിധ, 2 ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതായത് EDക്കും CBIയും 2 കേസുകളിലാണ് ഹർജി. ഇതിലാണ് മറുപടി തേടിക്കൊണ്ട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മെയ് 8-ന് ഈ ഹർജി ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നും ഇപ്പോൾ ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ വിചാരണ കോടതി ഏപ്രിൽ 30-ന് സിസോദിയയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട മനീഷ് സിസോദിയ ഡൽഹി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും അതിൽ മെയ് 8-ന് വാദങ്ങൾ കേൾക്കുമെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. പ്രവിത, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടനാട്ടിൽ CPIMൽ വീണ്ടും പൊട്ടിത്തെറി. LDF പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പാർട്ടി വിട്ട രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസനുമെതിരെ LDF പിന്തുണയോടെയാണ് അവിശ്വാസ പ്രമേയം. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, എന്താണ് സംഭവിച്ചത്? പ്രവിധ, വലിയ വിഭാഗീയ പ്രശ്നങ്ങളുള്ള സ്ഥലമായിരുന്നു CPMൽ കുട്ടനാട്ടിൽ. നേരത്തെ കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുൻപാണ് കുട്ടനാട്ടിൽ 200ഓളം പേർ CPIM വിട്ട് CPIയിൽ ചേർന്നത്. അതിന് നേതൃത്വം നൽകിയത് കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ ആയിരുന്നു. പക്ഷേ രാജേന്ദ്രകുമാർ സാങ്കേതികമായി CPIM വിട്ടിട്ടില്ല. അദ്ദേഹം നിലവിൽ പാർട്ടി വിട്ടുനിൽക്കുന്നു, പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമാണ്. എന്താണെങ്കിലും അതിനെതിരെയാണ് നിലവിൽ CPIM അംഗങ്ങൾ അവരുടെ പിന്തുണയോടെ തന്നെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിടെ അവിശ്വാസ പ്രമേയത്തിന് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആകെ 13 പേരാണ്, 13 അംഗങ്ങളുള്ള രാമങ്കരി പഞ്ചായത്തിൽ 4 കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം CPIMന്റെ 3 അംഗങ്ങൾ കൂടി അവിശ്വാസ പ്രമേയത്തിനെ പിന്തുണച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൽ രാജേന്ദ്രകുമാർ പക്ഷത്ത് നിൽക്കുന്നത് 5 പേരാണ്. 5ഉം 4ഉം 9 CPIM അംഗങ്ങളാണുള്ളത്. അതിൽ 5 പേരാണ് നിലവിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്. അതായത് വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ നേരത്തെ കുട്ടനാട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അതായത് കുട്ടനാട്ടിലെ ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ നിലവിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പാർട്ടി ജില്ലാ ഔദ്യോഗിക പക്ഷവുമായി ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പക്ഷമായിട്ടുള്ള ചില ഭിന്നത, ഒപ്പം തന്നെ പാർട്ടിയിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾക്കെതിരെ ആ ആളുകളെ ഉന്മൂലനം ചെയ്യുന്നു, പാർട്ടിയിൽ തന്നെ ഇല്ലാതാക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഒരുപാട് പേർ പാർട്ടി വിട്ട് CPIM വിട്ട് CPIയിലേക്ക് ചേർന്നത്. എന്താണെങ്കിലും 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ നോട്ടീസ് പരിഗണിച്ച് അത് ചർച്ചയാക്കേണ്ടി വരും. 13 പേരുള്ളത് കൊണ്ട് തന്നെ 7 പേർ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ്
നോട്ടീസ് നൽകിയത് കൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയം പാസ്സാകാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടായാൽ CPIM ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് വരും. കോൺഗ്രസിൻ്റെ 1.5 വർഷം കൂടിയാണുള്ളത്. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് ലഭിക്കും. അങ്ങനെ കടുത്ത വിഭാഗീയതയുടെ ഭാഗമായി CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കോൺഗ്രസിന് അത് സാങ്കേതികമായി എത്തുന്നെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ കുട്ടനാട്ടിൽ നേരത്തെ തന്നെ വലിയ ചർച്ചാ വിഷയമായി വിഭാഗീയത ഒടുവിൽ എത്തി നിൽക്കുന്നത് CPIMൻ്റെ തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടാണ് CPIM അതിനെ പ്രതിരോധിക്കുന്നത്. പ്രവിത. ശരി, കുട്ടനാട്ടിൽ CPIMൽ വീണ്ടും പൊട്ടിത്തെറി. പാർട്ടി വിട്ട രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ 3 LDF പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്. തിരുവനന്തപുരം LMS CSI പള്ളി കത്തീഡ്രലായി പ്രഖ്യാപിച്ച ശേഷം സ്ഥാപിച്ച ബോർഡ് ഒരു വിഭാഗം വിശ്വാസികൾ എടുത്തുമാറ്റി. CSI സഭ ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പായി റോയിസ് മനോജ് വിക്ടർ ഇന്ന് ചുമതലയേറ്റതിന് പിന്നാലെയാണ് ബോർഡ് മാറ്റിയത്. പള്ളിയെ കത്തീഡ്രലാക്കിയ പ്രഖ്യാപനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. AB ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, ഏത് സാഹചര്യത്തിലാണ് ഈ ബോർഡ് എടുത്ത് മാറ്റിയത്? അതായത് പ്രവിധ, ഈ പള്ളിയെ കത്തീഡ്രലായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ കത്തീഡ്രലായി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ഈ ബോർഡാണ് ഇന്ന് ഒരു പറ്റം വിശ്വാസികൾ രാവിലെയോടെ എടുത്തു മാറ്റിയത്. ഈ സഭയുടെ മഹാ ഇടവക ബിഷപ്പായി റോയിസ് മനോജ് വിക്ടർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഒരു കൂട്ടം വിശ്വാസികൾ ഇത്തരത്തിൽ കത്തീഡ്രൽ എന്ന് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് ഈ പള്ളിയിൽ നിന്ന് LMS CSI പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റിയത്. വലിയ തോതിൽ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. ഈ ബോർഡ് എടുത്തു മാറ്റുന്നത് ഒരു കൂട്ടം വിശ്വാസികളായിരുന്നു ഇതിന് പിന്നിൽ. ഈ മുൻ ബിഷപ്പ് ധർമ്മരാജ ഉള്ള ഘട്ടത്തിലാണ് ഈ പള്ളിയെ കത്തീഡ്രലായി ഉയർത്തുന്നത്. ആ ഘട്ടത്തിൽ തന്നെ വിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ വകവയ്ക്കാതെയാണ് ഇത്തരത്തിൽ കത്തീഡ്രലായി പള്ളി ഉയർത്തിയത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികൾക്കിടയിലുള്ള ഒരു പ്രതിഷേധം, ഒരു വിയോജിപ്പാണ് ഈ ബോർഡ് എടുത്തു മാറ്റിക്കൊണ്ട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സഭാതലത്തിൽ തന്നെ കൃത്യമായ പരിശോധനകൾ നടക്കുന്നു എന്നാണ് അറിഞ്ഞത്. എന്തായാലും ഒരു വിഭാഗം വിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ട സഭാതലത്തിൽ തന്നെ പരാതികളുമായി ഇതിനോടകം തന്നെ മുമ്പോട്ട് പോയിട്ടുമുണ്ട്. ഇടുക്കി മറയൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. പള്ളനാട് സ്വദേശി ഗോമതിക്കാണ് പരിക്കേറ്റത്. രാവിലെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ വീട്ടമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, തുടർച്ചയായി വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സ്ഥലമാണോ ഇത്? പരിക്കേറ്റയാളുടെ ആരോഗ്യസ്ഥിതി നിലവിൽ എങ്ങനെയാണ്? സ്ഥിരമായി കാട്ടുപോത്തുകൾ എത്തുന്ന സ്ഥലത്താണ് ഇന്നും ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ മറ്റൊരു ആൾക്കും ഇതേപോലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇന്ന് രാവിലെ ഈ പറമ്പിൽ വെള്ളം തിരിക്കുന്നതിന് വേണ്ടി മോട്ടോർ ഓണാക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ ആളുകൾ ഓടിയെത്തി ഗോമതിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ കാട്ടുപോത്ത് സ്ഥിരമായി എത്തുന്നത് വലിയ തരത്തിലുള്ള ആശങ്കയും ബുദ്ധിമുട്ടും ഈ പ്രദേശത്തെ ആളുകൾക്ക് വരുത്തുന്നുണ്ട്. പ്രവിത. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കി മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്നതാണ് രേഖകളെന്ന് MLA അവകാശപ്പെട്ടു. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി ഈ മാസം 6-ന് വീണ്ടും പരിഗണിക്കും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും രേഖകളുമായി എത്തിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. എന്തൊക്കെ സംബന്ധിച്ചുള്ള രേഖകളാണിത്? പ്രവിത, കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. ഇതിന് പിന്നാലെ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കോടതിക്ക് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് വിജിലൻസ് കോടതിയിലെടുത്തു. അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഈ ഹർജി പരിഗണിച്ചപ്പോൾ കൂടുതൽ തെളിവുകളുമായി മാത്യു കുഴൽനാടൻ ഇപ്പോൾ കോടതിയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്, KREML നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ്, സ്വകാര്യ കമ്പനികൾക്ക് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള പാട്ടക്കരാർ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്, അനുമതി നൽകണമെന്ന് പറഞ്ഞ KREML മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ, ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ, ഇങ്ങനെയുള്ള രേഖകളാണ് പ്രധാനമായും ഇന്ന് മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഈ കോടതി ഈ രേഖകൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കരിമണൽ കമ്പനിക്ക് എന്ത് ആനുകൂല്യം നൽകിയെന്നും കോടതി ഇന്ന് ചോദ്യമായി ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഈ മാസം 6-ന് പരിഗണിക്കുമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രവിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വീണ്ടും റെക്കോർഡ്. ഇന്നലെ ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതിയിലും റെക്കോർഡ് രേഖപ്പെടുത്തി. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഈ ചൂട് കൂടുന്നതനുസരിച്ച് സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗവും എന്തായാലും കൂടും. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സർക്കാരിന്റെ തീരുമാനം? ഒപ്പം തന്നെ ഈ വൈദ്യുതി ഉപഭോഗം വീണ്ടും റെക്കോർഡിലെത്തിയിരിക്കുകയാണല്ലോ. പ്രവിധ, വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്തുന്നതിന് വേണ്ടി പ്രാദേശികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരുന്നു. പിന്നീട് ചേർന്ന KSEBയുടെ യോഗത്തിലും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായി. പക്ഷേ അതിനിടയിലും വൈദ്യുതി ഉപയോഗം ഇപ്പോൾ സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. 114.18 ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസത്തെ ഉപയോഗം. ഇത് സർവകാല റെക്കോർഡാണ്. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്ന വൈദ്യുതിയുടെ അളവിലും സർവകാല റെക്കോർഡ് ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ ഉപയോഗത്തിൽ വലിയ തരത്തിലുള്ള വ്യത്യാസം വരുന്നത് വൈദ്യുതി ബോർഡിനെ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡിന്റെ തീരുമാനം. ഇതനുസരിച്ചുള്ള ചുമതലകൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് ഇപ്പോൾ വൈദ്യുതി ബോർഡ് നൽകിയിട്ടുണ്ട്. ഏതായാലും അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് കണക്കാക്കുന്നത്. ഇതിന് കാരണമായി വൈദ്യുതി ബോർഡ് പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വേനൽമഴ ലഭിക്കും. വേനൽമഴ ലഭിക്കുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഉപയോഗത്തിലും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വൈദ്യുതി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലുമെല്ലാം ഒരു നിയന്ത്രണം ഉണ്ടാകും, കുറവുണ്ടാകും. അത് വലിയ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് ഇടയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് വിശദീകരിക്കുന്നത്. പ്രവിത, ശരി. വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു.